സനാതനധർമ്മ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി തള്ളി ശിവഗിരി മഠം. സനാതനധർമ്മവും ചാതുർവർണ്ണയവും തമ്മിൽ ബന്ധമില്ലെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി മീഡിയ വണ്ണോട് പറഞ്ഞു. കാര്യങ്ങൾ പഠിക്കാത്തതിനാലാണ് സനാതനധർമ്മത്തെ എതിർക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ തങ്ങൾ ദൈവമായാണ് കാണുന്നതെന്നും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ജാതിക്കും മതത്തിനും ഒരു അതിർവരമ്പുകൾക്ക് അപ്പുറം ചിന്തിച്ച വ്യക്തിയായിരുന്നു. സ്വാഭാവികമായിട്ട് അന്ന് നിലനിന്നിരുന്ന അദ്ദേഹത്തിന്റെ കാലത്ത് നിലനിന്നിരുന്ന ജാതീയതയ്ക്കെതിരെ വലിയൊരു പോരാട്ടം നടത്തി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒക്കെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഈ ഗുരുവിനെ ഒരു ഇതിൽ തളച്ചിടുകയാണ്, ജാതിയിൽ തളച്ചിടുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സനാതന ധർമ്മങ്ങൾ ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ടാണ് ഗുരുവിനെ അതിൽ തളച്ചിടരുത് എന്ന് പറയുന്നത്. സനാതനധർമ്മവും ചാതുർവർണ്ണ ജാതി വ്യവസ്ഥയായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സനാതനധർമ്മം എന്ന് പറയുന്നത് ലോകത്ത് മതങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ബുദ്ധമതവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഒരു വലിയ സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ബുദ്ധമതത്തെയും എല്ലാ മതങ്ങളെയും ഭാരതത്തിന് സ്വീകരിക്കാൻ സാധിച്ചത്. അത് ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ സനാതനധർമ്മം എന്ന് വേണേൽ പറയാം. പക്ഷെ അതും ഇന്ന് അറിയപ്പെടുന്ന ചാതുർവർണ്ണ ജാതി വ്യവസ്ഥയുമായി ബന്ധമൊന്നുമില്ല. പക്ഷെ ഇന്ന് സനാതനധർമ്മം അറിയപ്പെടുന്നത് ഈ ചാതുർവർണ്ണ ജാതി വ്യവസ്ഥയായിട്ടാണ്. അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടാനുള്ളൊരു കാരണമായി മനസ്സിലാക്കുന്നത്? അത് പഠനത്തിൻ്റെ കുറവാണ്. എല്ലാം ഉരുപ്പളവുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. സുസൂക്ഷ്മമായ അപഗ്രഥനം ഇവിടെ വേണ്ടവണ്ണം നടക്കുന്നില്ല. അപ്പം ഈ ഗുരുവിനെ പലതരത്തിൽ ആളുകൾ വീക്ഷിക്കുന്ന ആളുകളുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താവായി കാണുന്ന ആളുകളുണ്ട്, ഗുരുവായി കാണുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദൈവമായി കാണുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഗുരുവിനെ ഈ ശ്രീനാരായണ സമൂഹം മൊത്തത്തിൽ കാണുന്നത്? ശ്രീനാരായണ സമൂഹം മൊത്തത്തിൽ ഗുരുവിനെ കാണുന്ന ദൈവമായിട്ട് തന്നെയാണ്. ആ ദൈവം ആര് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടെങ്കിലേ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം എന്ന് പറയുന്നത് ഒളിച്ചിരുന്ന് ശിക്ഷാരക്ഷക നൽകുന്ന ഒന്നല്ല. ദൈവം, ഗുരു കാണിച്ചു തരുന്ന ദൈവം ദൈവദശകം എന്ന പ്രാർത്ഥനയിൽ 10 ശ്ലോകങ്ങളിലായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരു ദൈവമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലം അതിന് ഗുരു പ്രതിനിധാനം ചെയ്ത തത്വദർശനവുമായി ചേർത്ത് വെച്ച് പഠിക്കണം. ഗുരു അദ്വൈത വേദാന്തിയായിരുന്നു. അദ്വൈത സത്യസാക്ഷാത്കാരത്തിൽ ജീവാത്മ പരമാത്മ ഐക്യം നേടുമ്പോൾ ദൈവവുമായി താതാത്മ്യം പ്രാപിച്ച് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവസ്വരൂപമാവുകയാണ്. ആ ദൈവസ്വരൂപമാകുമ്പോഴാണ് ബോധോദയമുണ്ടായി, ജ്ഞാനോദയമുണ്ടായി, സിദ്ധാർത്ഥൻ ബുദ്ധനായി, യേശു തപസ് ചെയ്ത് ക്രിസ്തുവായി, മുഹമ്മദ് തപസ് ചെയ്ത് നബിയായി, അതുപോലെ ചെമ്പഴന്തിലെ നാരായണൻ തപസ് ചെയ്ത് ശ്രീനാരായണ ഗുരുവായി. ഗുരു തന്നെയാണ് SNDP എന്ന പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ SNDP ഒന്ന് BDJS ആകുന്നു, അവർ BJPയുമായിട്ടാണ് സഹകരിക്കുന്നത്. അപ്പോൾ ഒരു ശ്രീനാരായണ സമൂഹത്തിന് ഇപ്പോൾ BJPയുടെ പ്രത്യയശാസ്ത്രമായിട്ട് അങ്ങനെ ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്നത് തന്നെയാണോ? അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയേണ്ട ആളല്ല ഞാനല്ല. രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചും സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അഭിപ്രായം പറയാൻ SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരുമുണ്ട്. അവരിത് പറയട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം ചേരുന്നുണ്ട്. സെയ്ഫ്, മുഖ്യമന്ത്രി തുടങ്ങി വെച്ചതാണ്. കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം ശിവഗിരിയിൽ പ്രസംഗിച്ചതൊക്കെ വലിയ ശ്രദ്ധ നേടുന്നു. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇത് തന്നെയാണ് വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുന്നതും. ഇനി ഇതിൽ SNDP ആണ് ഇന്നലത്തെ വിഷയത്തിലും ഇന്നിപ്പോൾ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റി പറഞ്ഞതിലും ഒക്കെ SNDPയുടെ കൂടി പ്രതികരണം വരേണ്ടതുണ്ട്. പക്ഷേ ഇതിങ്ങനെ ചർച്ച കുറച്ച് ദിവസം നിൽക്കാനുള്ളൊരു സാധ്യതയാണ് ഇതുകൂടി ചേർത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ?
അതെ, ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ ഷട്ടൂരൽ പരാമർശം, അത് മുഖ്യമന്ത്രിയിൽ ആദ്യം പറയുന്നത് ഇപ്പോൾ സംസാരിച്ച സച്ചിദാനന്ദ സ്വാമികൾ തന്നെയാണ് ആദ്യം അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ ഷട്ടൂരി കയറുന്ന ആ ആചാരം അത് മാറ്റി നിർത്തണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് രംഗത്ത് വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തി അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത്. പിന്നീട് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം, അതൊരു രാഷ്ട്രീയ പ്രസംഗമായി കൂടി നമുക്കതിനെ വിലയിരുത്തേണ്ടി വരും. സനാതനധർമ്മം ചാതുർവർണ്ണയത്തിൻ്റെ ഭാഗമാണ് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അത് ഗുരുവിനെ ചാതുർവർണ്ണയത്തിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് സംഘപരിവാറിന് ഉദ്ദേശിച്ചാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. പിന്നീട് സംസാരിച്ച KPC അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ ആ വാദത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. സനാതനധർമ്മം ചാതുർവർണ്ണയത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. ചാതുർവർണ്ണയവും സനാതനധർമ്മവും തമ്മിൽ ബന്ധമില്ല എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇപ്പോൾ ശിവഗിരി മഠം തന്നെ മുഖ്യമന്ത്രിയുടെ ആ വാദത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സാജിദിനോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് സനാതനധർമ്മവും ചാതുർവർണ്ണയവും രണ്ടും രണ്ടാണ്. സനാതനധർമ്മത്തെക്കുറിച്ച് കൃത്യമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സനാതനധർമ്മം ഈ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്. അത് വിവിധ ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് സനാതനധർമ്മം ഉണ്ടായത്. അത് ചാതുർവർണ്ണയമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങളെ പൂർണ്ണമായി ശിവഗിരി മഠം തള്ളിപ്പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സംഘപരിവാറുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതെങ്കിൽ ശിവഗിരി മഠം എന്തുകൊണ്ടാണ് അങ്ങനെ പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആണ് വെട്ടിലായതെന്ന്. പ്രതിപക്ഷ നേതാവ് അതിനെ എതിർത്ത് സംസാരിച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിനെ. പക്ഷേ അധ്യക്ഷൻ അതിനെ അനുകൂലിച്ചത് അത് കോൺഗ്രസിനെയല്ലേ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്? അതെ, കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ധന്യ. അത് മുഖ്യമന്ത്രി സംസാരിച്ചതിന്റെ പിറ്റേ ദിവസമാണ് KPC അധ്യക്ഷൻ അവിടെ പരിപാടി ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിന് അനുകൂലമായിട്ട് തന്നെയാണ്. സനാതനധർമ്മവും ചാതുർവർണ്ണയത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു, ഗുരുവിനെ ചാതുർവർണ്ണയത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ തുടർച്ച എന്നോണമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് സനാതനധർമ്മവും ചാതുർവർണ്ണയവും രണ്ടും രണ്ടാണ്, അങ്ങനെ കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറച്ചുകൂടെ KPC അധ്യക്ഷൻ പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായ നിലപാട് അക്കാര്യത്തിൽ സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഈ നിലപാട് വരുന്നത്. ഇതിനകത്ത് SNDP യോഗത്തിൻ്റെ ഒരു നിലപാട് പ്രസക്തമായി വരേണ്ടതാണ്. കാരണം രണ്ട് വിഷയങ്ങൾ, ഒന്ന് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതിനകത്ത് SNDP യോഗത്തിൻ്റെ ഒരു നിലപാട്, അത് രാഷ്ട്രീയ നിലപാടായി വരേണ്ടതാണ്.